എടുക്കാതോളി. അങ്ങോട്ട് വിളിച്ചോക്കാം. എടുക്കുന്നുമില്ല. കട്ടാക്കിട്ട് വിളിക്കാന്ന് വെച്ചാൽ അതുമില്ല. സമാധാനമില്ലാലോ. ഒന്നും കൂടി വിളിച്ചോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തെല്ലാം മോളെ, സുഖല്ലേ? എന്താ വിശേഷം? സുഖം തന്നെ, അൽഹംദുലില്ലാ. നിങ്ങൾക്കോ? അൽഹംദുലില്ലാ, നല്ല മോളെ. എനിക്കും അങ്ങനെ തന്നെ പോകും. 2 ദിവസമായില്ലേ നിങ്ങളൊന്ന് വിളിക്കാതെ? എന്താണ് പറ്റി നിങ്ങൾക്ക്? പണിത്തിരക്കാ മോളെ, അനങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ തന്നെ രാത്രി ഞാൻ പണിയും കഴിഞ്ഞിട്ട് വന്നത് ഏകദേശം 2:30-3 മണിയായി. പിന്നെ എന്നിട്ട് ആദ്യം രാവിലെ ഞാൻ പോയത് 6:30. ഒന്നാമത് ഒരാൾ നാട്ടിലേക്ക് പോയിട്ടുള്ളത്, അതുകൊണ്ട് അയാളെ പണിയും കൂടി ഞാൻ എടുക്കേണ്ട അവസ്ഥയിലേക്കുള്ളത്. വല്ലാത്തൊരവസ്ഥ തന്നെ. അതാണ് ഞാൻ ഇന്നലെ വിളിക്കാൻ. ഇതൊരു ഹോട്ടൽ പണിയാണ് നിങ്ങളത്. എവിടെയും കാണാതൊരു പണി തന്നെ. എന്തായാലും നിങ്ങളെല്ലാം വിളിക്കാൻ നിൽക്കില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറുന്നു. മക്കളാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, ബാപ്പ എടുത്തു എന്താ വിളിക്കാതെ എത്രാന്ന് വെച്ചിട്ടേക്കാ. ഹോട്ടൽ പണിയല്ലേ, നിനക്ക് അറിയില്ല ഇവിടുത്തെ അവസ്ഥ. ഒന്ന് അനങ്ങാനോ തിരിയാനോ ഒന്നും പറ്റുന്നില്ല. കത്തിരിയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ നാട്ടിൽ പോയിട്ടുള്ളത്, അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. വേറെ നിന്റെ അവസ്ഥ എന്താണ്? കുട്ടികളെല്ലാം എങ്ങനെയുണ്ട്? എന്താണ് ഉഷാറല്ലേ? എന്ത് പറയാന്, നമ്മളതെല്ലാം ഇങ്ങനെ അവസ്ഥ പോകുന്നു. കുട്ടികളെന്താ പറയാണ്ടേ? കുട്ടികൾ എപ്പോഴും ചോദിക്കലല്ലേ ബാപ്പ എപ്പ വരാം. ഇളയത് നിങ്ങളെ കണ്ട ഓർമ്മ പോലും ഇല്ലല്ലോ. നിങ്ങൾക്ക് കാണണ്ടേ ഇളയതിനെ? എന്റെ റസിയ, എനിക്ക് നാട്ടിൽ വരാൻ ആഗ്രഹമില്ലായിട്ടില്ലല്ലോ. എനിക്ക് എൻ്റെ മക്കളെ കാണാൻ ആഗ്രഹമില്ലായിട്ടില്ലല്ലോ. വീട്ടിലെ അവസ്ഥ, 2 പെണ്ണുമാരും, ഒരാളും കൂടി ഇല്ലേ കെട്ടിച്ചയക്കാൻ. ഉപ്പാനെ കൊണ്ടിനൊന്നും പറ്റൂലല്ലോ. എനിക്ക് തുണയായിട്ട് എനിക്ക് ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ ഒരു പെങ്ങളെയും കൂടി കല്യാണം കഴിച്ചാൽ നമുക്ക് നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാം, ഉള്ളതിൻ്റെയും കുറിച്ച് ജീവിക്കാം. ഈ അവസ്ഥയിൽ ഇപ്പൊ നാട്ടിലും കൂടി വന്ന ഫ്ലൈറ്റ് ടിക്കറ്റ്, സാധനങ്ങൾ, അതും ഇതും എത്ര പൈസ ചെലവാകും. നിങ്ങൾ ആരെയും കാണാൻ ആഗ്രഹമില്ലാത്തതൊന്നുമല്ല. ഞാൻ നിങ്ങളെന്നും കാണുന്നുണ്ട്. എൻ്റെ മനസ്സിലെപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവുമായിരിക്കും. ഓളെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് നാട്ടിൽ തന്നെ ഞാൻ എന്തെങ്കിലും കൂലിപ്പണി എടുത്തിട്ട് നമുക്ക് ജീവിച്ചാൽ പോരെ? ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവുമായിരിക്കും. എൻ്റെ മോനെ കാണുമായിരിക്കും വന്നിട്ട്. എന്തൊക്കെ പറയുന്നത്? ഏതൊരു പ്രവാസിന്റെ ഭാര്യയെ പോലെ എനിക്കുമില്ല ആഗ്രഹങ്ങൾ. 3 വർഷമായില്ലേ നിങ്ങൾ നാട്ടിലേക്ക് വരാതെ? മോനെ കണ്ടിട്ട് 3 വർഷം. കുട്ടി 5-ാം മാസം വയറ്റിലുള്ള നിങ്ങൾ പോയതല്ലേ? പറ്റുന്നില്ല നിങ്ങളെ നാട്ടിൽ വരാണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത്. നമ്മളെ ഉള്ള പൊന്നു വിട്ടിട്ടാണ് നിങ്ങളെ അനിയത്തിന്റെ കല്യാണം നമുക്ക് ഉഷാറിൽ കഴിച്ചു കൊടുക്കാം. നിങ്ങളിന്ന് വായിക്കാം, ഒരു നോക്കിയെങ്കിലും കാണാൻ പൂതി കൊണ്ടല്ലേ. എന്റെ റസിയ, നീ കരയല്ലേ? കരണ്ടാ തീരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കരഞ്ഞു തീർത്തോടെ. കരയല്ലേ, നീ എല്ലാം ശരിയാവും. നിന്നെ പോലെ തന്നെ എനിക്കും നിന്റെ മക്കളെയൊക്കെ കാണാൻ ആഗ്രഹങ്ങളുണ്ട്. എല്ലാവരെയും കുടുംബക്കാരെയും എല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവസ്ഥ അങ്ങനെ ആയിപ്പോയില്ലേ. ഇത്തവണയും കൂടി ഒന്ന് ക്ഷമിക്കുന്നു. എനിക്കൊന്നും പറയാൻ തിരിയുന്നില്ല. ഞാൻ എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയില്ല.
ഇക്ക വന്നിട്ടൊന്ന് കാണണം, എനിക്ക് അത്രയും ആഗ്രഹമുള്ളൂ. നിങ്ങളെ കോപ്പും അതിലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ മാത്രം മതി. ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം നിങ്ങളൊപ്പരം മാത്രമായിരിക്കും. അല്ലാണ്ട് എനിക്കിങ്ങനെ പോകാൻ പറ്റുന്നില്ലക്ക. എനിക്കിങ്ങനെ ജീവിച്ചിട്ട് മടുത്ത് മക്കളോട് കളവ് പറഞ്ഞിട്ടും നാട്ടുകാരോടും വീട്ടുകാരോടും എൻ്റെ വീട്ടുകാരൊന്നും ചോദിക്കും, നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് എപ്പിങ്ങനെ നിന്നാൽ മതിയോ? കല്യാണം കഴിച്ചെന്നല്ലേ ഉള്ളൂ, ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് ആകെ പറ്റിയത് 1.5 വർഷം. ബാക്കിയുള്ള വർഷം തേച്ച് നിങ്ങൾ ഗൾഫിൽ അടത്ത് തീർക്ക്. ഇങ്ങനെ ജീവിക്കേണ്ട ഗതികേടാവുന്നല്ല. നീ ഇങ്ങനെ കരയല റസിയ. കരഞ്ഞോണ്ട് എന്താ? നീ ഇങ്ങനെ കരയല്ലേ? നീ ഇങ്ങനെ കരയുമ്പോ എന്റെ നെഞ്ച് പൊട്ടുന്നുണ്ട് റസിയ. നമ്മളെ എല്ലാ വിഷമങ്ങളും ഇത്രയും പെട്ടെന്ന് ശരിയാക്കി തരും. ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ്. ഇല്ലിക്ക, ഞാൻ കരയുന്നില്ലിക്ക. എനിക്ക് ഇനി ഒരാഗ്രഹമേ ഉള്ളൂ, ഈ ലീവിനെങ്കിലും നിങ്ങൾ നാട്ടിൽ വരണം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം പൊട്ടി മരിച്ചു നോക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു തരണം പ്ലീസ് ഇക്ക. ശരി റസിയ, നീ ഇങ്ങനെ കരയല്ല. ഞാൻ വെക്കാം, എനിക്ക് പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വിളിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താണ് നമ്മളെല്ലാം ഇങ്ങനെയായിപ്പോയി. സ്വന്തം കുടുംബത്തെ അവന് കാണാൻ പറ്റാത്ത അവസ്ഥ.